ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി റവയുടെ വടയാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പം വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികളൊക്കെ നല്ല ഇഷ്ടപ്പെട്ട് കഴിക്കും. നല്ല അടിപൊളിയാണ്. ചായയുടെ കൂടെയും അല്ലാതെ എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടും കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഇട്ട് പോയാലോ. സ്റ്റൗ കത്തിച്ച് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ഗ്രാം കപ്പിൻ്റെ 2 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം പാനിലോട്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് കലക്കി കൊടുക്കാം, എല്ലായിടും ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പം വെള്ളം നല്ല വെട്ടിത്തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് 250 ഗ്രാം കപ്പിൻ്റെ 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഈ റവ ഒന്ന് നല്ലോണം വെന്ത് കിട്ടണം. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം, അതേ കപ്പിൽ തന്നെ. ഇപ്പോൾ റവയൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിന് തണുക്കാൻ വയ്ക്കാം. പിന്നെ ഒരു ബൗളിലോട്ട് മാറ്റാം. മാവ് തണുത്ത് വരുമ്പോഴേക്കും നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാം. 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ, വളരെ കുറച്ച് ചമ്മന്തി മാത്രമേ അരയ്ക്കുന്നുള്ളൂ. 2 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം, ചെറിയ കഷ്ണം നോക്കി. പിന്നെ ഇത്രയും പൊട്ടുകടല എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ കൈ കൊണ്ടിടുന്നത് എനിക്ക് അളവ് കിട്ടില്ല കേട്ടോ, സ്പൂണിലിട്ട്, അതുകൊണ്ടാണ് കൈ കൊണ്ടിടുന്നത്. ഇനി താളിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ താളിച്ചെടുത്തിട്ടുണ്ട്, ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിനി മാറ്റി വയ്ക്കാം. ഇപ്പോൾ റവയൊക്കെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു വലിയ പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഇതിലിട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില. ഇനി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. 4 മണിക്ക് ചായയുടെ കൂടെയും എപ്പോഴും വേണമെങ്കിലും കഴിക്കാം നമുക്ക്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് എണ്ണ ചൂടാവാൻ വയ്ക്കാം.
ഇപ്പോൾ എണ്ണ ചൂടാവാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഉരുട്ടിയെടുക്കാം. നമ്മളെ ഉഴുന്ന് വട പോലെ തന്നെ ഇത് ഷേപ്പ് ചെയ്തിട്ട് റൗണ്ട് ചെയ്തെടുക്കണം. നമുക്ക് വെള്ളം നനച്ച് കൊടുക്കാം. ഇതേപോലെ എല്ലാം എടുക്കാം. ഇതേപോലെ എല്ലാം പരത്തിയെടുക്കാം. അപ്പോൾ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. എണ്ണയും ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ വട റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്.